നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആബ്സ്ട്രാക്റ്റ് ഓൾജിബ്രയിലെ കുറച്ച് കൺസെപ്റ്റുകളാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് സെമി ഗ്രൂപ്പ്, മോണോയിഡ് ഗ്രൂപ്പ്, അബീലിയൻ ഗ്രൂപ്പ്, ഹോമോമോർഫിസം, ഐസോമോർഫിസം. അതിലാദ്യം നമുക്ക് എന്താണ് ഒരു സെമി ഗ്രൂപ്പ് എന്ന് നോക്കാം. എ സെമി ഗ്രൂപ്പ് ഡിനോട്ടഡ് ആസ് എസ് സ്റ്റാർ മസ്റ്റ് സാറ്റിസ്ഫൈ ടു പ്രോപ്പർട്ടീസ്. ഒരു സെമി ഗ്രൂപ്പ് എന്ന് പറയുന്നതിനെ ഡിനോട്ട് ചെയ്യണത് എസ് സ്റ്റാർ എന്നാണ്. അപ്പോൾ എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചറാണ്. ഈ ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചർ ഒരു സെമി ഗ്രൂപ്പ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് സെർട്ടൈൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സെർട്ടൈൻ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് എന്തെല്ലാം പ്രോപ്പർട്ടി ആണെന്നാണ് താഴെ പറയുന്നത്. ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എനി ടു എലമെൻറ്റ്സ് എ ആൻഡ് ബി ഇൻ ദി സെറ്റ് എസ് ദെയർ പ്രൊഡക്റ്റ് എ സ്റ്റാർ ബി മസ്റ്റ് ഓൾസോ ബി ദ എലമെൻറ്റ് ഓഫ് എസ്. എയും ബിയും നമ്മൾ ബിലോങ്സ് ടു എസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എസ്സിൽ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? എ സ്റ്റാർ ബി എന്ന് പറയുന്ന എലമെൻറ്റും മസ്റ്റായിട്ട് എവിടെ വരണം? എസ്സിൽ വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ്? എയും ബിയും എസ്സിലാണെങ്കിൽ എ സ്റ്റാർ ബി മസ്റ്റായിട്ട് എവിടെ വരണം? എസ് തന്നെ വരണം. എങ്കിൽ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? എന്താ എസ് എന്ന് പറയുന്ന ആ സെറ്റ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സിലെ ഏത് എ ബി സി എന്ന് പറഞ്ഞ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഇതാണ് എന്ത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അപ്പോൾ ഇത്രയാണ് സെമി ഗ്രൂപ്പിൽ പറയുന്നത്. സെമി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചർ എസ് സ്റ്റാർ. അത് എന്ത് ചെയ്യണം? സെർട്ടൈൻ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഒന്നാമത്തത് ക്ലോഷർ പ്രോപ്പർട്ടി, രണ്ടാമത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇതാണ് സെമി ഗ്രൂപ്പ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മോണോയിഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. മോണോയിഡ് ഇതുപോലെ തന്നെയാണ് ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചർ. എസ് സ്റ്റാർ എന്ന് പറയുന്നത് ഒരു മോണോയിഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെമി ഗ്രൂപ്പിനെ പോലെ തന്നെ മോണോയിഡ് എന്ത് ചെയ്യണം? സെർട്ടൈൻ ആക്സിയംസ് അല്ലെങ്കിൽ സെർട്ടൈൻ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പോൾ നമുക്ക് സെമി ഗ്രൂപ്പ് ആണെങ്കിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ക്ലോഷർ പ്രോപ്പർട്ടി അതുപോലെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മോണോയിഡിൻ്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഷുവർ ആയിട്ട് എന്ത് എക്സിസ്റ്റ് ചെയ്യണം? ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും വേണം. അപ്പോൾ മോണോയിഡിൻ്റെ കൂടെ തന്നെ സെമി ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ ഐഡൻറ്റിറ്റി എലമെൻ്റ് കൂടെ വരുമ്പോഴാണ് എന്തായിട്ട് മാറുള്ളൂ? അത് ഒരു മോണോയിഡ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നോക്കുക? എ സ്റ്റാർ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ എന്ന് കിട്ടണം. അപ്പോഴാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? അതൊരു ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു നമുക്ക് പറയാൻ പറ്റുക. അവിടെ ഇ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അതാണ് മോണോയിഡിൻ്റെ കൺസെപ്റ്റ്. ഇനി നെക്സ്റ്റ് എന്താണ് ഗ്രൂപ്പ് എന്ന് നോക്കുകയാണ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ജി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചറാണ്. ഈ ഓൾജിബ്രായിക് സ്ട്രക്ചർ ഒരു ഗ്രൂപ്പാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ സെർട്ടൈൻ ആക്സിയംസ് ഫോളോ ചെയ്യണം. ആ ആക്സിയംസ് ആണ് എന്തൊക്കെ? ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൻഡ് ഇൻവേഴ്സ്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്കറിയാം. ഏത് എ ബി എലമെൻറ്റ് ഓഫ് ജി എടുത്തു കഴിഞ്ഞാലും, ജിയോ അല്ലെങ്കിൽ സെറ്റ് എസ് എന്ത് വേണമെങ്കിലും എടുക്കാം, ആ സെറ്റിൽ എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ഷുവർ ആയിട്ട് എവിടെ വരണം? ആ ജി എന്ന് പറയുന്ന സെറ്റിൽ തന്നെ വരണം. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി കിട്ടണം. അതുപോലെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യണം. അതുപോലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കണ്ടെത്താൻ പറ്റണം? എ ഇൻവേഴ്സ് കണ്ടെത്താൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇൻവേഴ്സ് എല്ലാ എലമെൻറ്റിനും എന്ത് വേണം? ഇൻവേഴ്സും വേണം. അപ്പോൾ അത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിലാണ് എന്തായിട്ട് മാറുള്ളൂ? അതൊരു ഗ്രൂപ്പായിട്ട് മാറുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് എന്താണ് നോക്കി. ഇനി എന്താണ് അബീലിയൻ ഗ്രൂപ്പ് നോക്കുകയാണ്. അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? ഒരു ജി സ്റ്റാർ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, അതൊരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ക്ലോഷർ പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ്. ഇത്ര മൂന്നെണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഗ്രൂപ്പായിരിക്കും. അത് അബീലിയൻ ആവണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി വരികയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി.
അപ്പോൾ ക്ലോഷർ എന്താണെന്ന് നമുക്കറിയാം. എന്താ ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ജിയിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എ സ്റ്റാർ ബി എവിടെ വരണം, ജിയിൽ വരണം. ഇനി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കണം. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എ സ്റ്റാർ ഇ ഈസ് ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടണം, എ എന്ന് കിട്ടണം. അപ്പോൾ ഐഡൻറ്റിറ്റി, അങ്ങനെ ആ ഇനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന്. ഇനി ഇൻവേഴ്സ്, എന്താ ഇൻവേഴ്സ്? ഫോർ എവറി എലമെൻറ്റ് എ ഇൻ ജി, ജിയിലെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വേണം, ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻവേഴ്സ് ഇൻ ജി എന്ന് വെച്ചാൽ ഏതൊരു ജിത്തെ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും എന്ത് വേണം നമുക്ക്, എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജിയിൽ ഉണ്ടായിരിക്കണം. സച്ച് ദാറ്റ് എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് സ്റ്റാർ എ ഇസ് ഈക്വൽ ടു ഇ ആയിരിക്കും വേണം. അപ്പോൾ അതാണ് ഇൻവേഴ്സ്. ഇനി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ഫോർ ഓൾ ദി എലമെൻറ്റ്സ് എ ആൻഡ് ബി ഇൻ ജി, ജിത്തെ ഏത് എ ബി എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി എന്തിനോട് ഈക്വൽ ആയിരിക്കണം, ബി സ്റ്റാർ എനോട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അവ അബീലിയൻ ഗ്രൂപ്പ് എന്ന് വിളിക്കും. കൂടാതെ ഇതിനെ ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും കൂടി വിളിക്കുകയും അബീലിയൻ ഗ്രൂപ്പ് എന്നും അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് എന്നും വിളിക്കും. അപ്പോൾ അബീലിയൻ ഗ്രൂപ്പിന് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് വേണ്ടത്? ജി സ്റ്റാർ എന്ന് പറയുന്നത് അബീലിയൻ ആവണമെന്നുണ്ടെങ്കിൽ സെർട്ടൈൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ സെർട്ടൈൻ ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെ ആക്സിയംസ് ആണ്? ഫസ്റ്റ് ക്ലോഷർ പ്രോപ്പർട്ടി, പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ്, നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി വരും. കമ്മ്യൂട്ടേറ്റിവിറ്റിയും കൂടി ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറും? ഗ്രൂപ്പ് ഒരു അബീലിയൻ ഗ്രൂപ്പായിട്ട് മാറും. ഇനി ഇവിടെ ഒന്നുകൂടെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ്. പ്രോപ്പർട്ടി എക്സ്പ്ലനേഷനും ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, അബീലിയൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ആകുമ്പോൾ ക്ലോഷർ, അസോസിയേറ്റിവിറ്റി, ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇൻവേഴ്സ് ഉണ്ടായിരിക്കും. അബീലിയൻ ഗ്രൂപ്പ് ആണെങ്കിലും എന്തുകൂടെ വരും? കമ്മ്യൂട്ടേറ്റീവും കൂടി വരുന്നു മാത്രം. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഒരു അബീലിയൻ ഗ്രൂപ്പിന് എക്സാമ്പിൾ പറയുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യണ ജി സ്റ്റാർ ആണല്ലോ വേണ്ടത്. അപ്പോൾ ജി സ്റ്റാർ എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് വിത്ത് അഡീഷൻ ആണ്. ഇൻഡിജേഴ്സ് വിത്ത് ഓപ്പറേഷൻ അവിടെ എന്താണ്? അഡീഷൻ ആണ്. അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അറിയാം ഏത് രണ്ട് ഇൻഡിജേഴ്സിനെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെന്നെ കിട്ടുക? എഗെയിൻ ഒരു ഇൻഡിജർ ആണ് കിട്ടുക. അപ്പോൾ ഷുവർ ആയിട്ടും അത് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ആഡിങ് എനി ടു ഇൻഡിജേഴ്സ് ഓൾവേസ് റിസൾട്ട് ഇൻ അനദർ ഇൻഡിജർ അല്ലേ? രണ്ട് ഇൻഡിജറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നെ കിട്ടുക? എഗെയിൻ ഒരു ഇൻഡിജർ ആണ് കിട്ടുക. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് നോക്കുക അസോസിയേറ്റിവിറ്റി. എന്താ അസോസിയേറ്റിവിറ്റി? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി അല്ലേ? അപ്പോൾ ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഓപ്പറേഷൻ ഏതാ? അഡീഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം എ പ്ലസ് ബി പ്ലസ് സി എന്തിനോട് ഈക്വൽ ആണ്? എ പ്ലസ് ബി പ്ലസ് സിനോട് ഈക്വൽ ആണ്. അപ്പോൾ അത് എന്തും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവേഴ്സിൻ്റെ കേസാണ്. നമുക്കറിയാം എ പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? 0 പ്ലസ് എനോട് ഈക്വൽ ആണ്. അപ്പം അതിനർത്ഥം 0 എന്ന് പറയുന്നതാണ് എന്ത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. 0 എന്ന് പറയുന്നത് ഷുവർ ആയിട്ടും എവിടുത്തെ എലമെൻ്റ് ആണ്? സെറ്റിൽ ഉണ്ട്. ഇനി അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഐഡൻറ്റിറ്റി എലമെൻ്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? സെഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ട്, അതും ക്ലിയർ ആയി. ഇനി ഇൻവേഴ്സ് ഉണ്ടോ നോക്കുകയാണ്. എന്താ ഇൻവേഴ്സ് ഉണ്ടോ എങ്ങനെ നോക്കുക? എ പ്ലസ് മൈനസ് എ എന്ന് പറയുന്നത് എന്താ? 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് എയും ആണ് അല്ലേ? അപ്പോൾ അതിനർത്ഥം ഈ എൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്? മൈനസ് എ. അപ്പോൾ നമുക്കറിയാം 1 ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഇൻഡിജേഴ്സിൽ -1 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ -2 ഉണ്ട്, 3 ഉണ്ടെങ്കിൽ -3 ഉണ്ട്. അതല്ലേ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ആയിട്ടുള്ള മൈനസ് എ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? സെഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും? ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി കമ്മ്യൂട്ടേറ്റിവിറ്റി. എന്താ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും സെഡിൽ എലമെൻ്റ് ആണെങ്കിൽ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. രണ്ട് ഇൻഡിജേഴ്സിനടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആഡ് ചെയ്താൽ എന്തുതന്നെയാണ്? സെയിം തന്നെയല്ലേ വരിക. അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇത്രയും ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആര്? സെഡ് വിത്ത് ഓപ്പറേഷൻ
അഡിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെഡ് എന്താണ്? ഒരു അബീലിയൻ ഗ്രൂപ്പാണ് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേഷൻ അഡിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഹോമോമോർഫിസം. എന്താണ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞാൽ? ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് ജിയിൽ നിന്ന് എച്ചിലോട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ജിത്തെ ഓപ്പറേഷൻ സ്റ്റാറും അതുപോലെ എച്ചത്തെ ഓപ്പറേഷൻ ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുക ഇതൊരു ഹോമോമോർഫിസം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് സ്റ്റാർ വൈ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? എഫ് ഓഫ് എക്സ് ഡെൽറ്റ എഫ് ഓഫ് വൈ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് ജിത്തെ ഓപ്പറേഷനും ഡെൽറ്റ എന്ന് പറയുന്നത് എവിടുത്തെ ഓപ്പറേഷനുമാണ്? എച്ചിലെ ഓപ്പറേഷനുമാണ്. അപ്പോൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഇസ് എ ഹോമോമോർഫിസം നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഐസോമോർഫിസം. ഐസോമോർഫിസം എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്താവണം? 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താന്ന് പറയാൻ പറ്റും? ഐസോമോർഫിസം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.